എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചക്ക വറക്കുന്നതിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ അത് കൊണ്ടുപോകാൻ വേണ്ടി ചക്ക വറക്കുകയാണ്. കുറച്ചേ ഉള്ളൂ, കുറച്ചെടുത്ത് നോക്കിയതാണ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എല്ലാം തെറ്റില്ല. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾക്ക് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക, ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ റെഡിയായി ഇരിക്കുന്നു. ഇതാ ചക്ക ഇതിൽ അടുപ്പിൽ ഇരുന്ന് റെഡിയാവുന്നു. കുറച്ച് ഇനി വറക്കാനിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. നല്ല അടിപൊളി ചക്കയായിരുന്നു കേട്ടോ. നമ്മുടെ ചേട്ടൻ്റെ ഞാനിവിടെ അയലവന്നിട്ടയാണ്. അപ്പോൾ ഇവിടുന്ന് കുഞ്ഞമ്മയുടെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഞാനതെല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനെല്ലാം കാണിച്ചു തരാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് കേട്ടോ ചക്കയെ ഞാൻ കുറേ വറുത്തു, കുറേ വറക്കാനെ കൊണ്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടനും കൂട്ടുകാരെല്ലാം മേലിലുണ്ട്, മക്കളെല്ലാം കളിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൊടുത്തു. എല്ലാവരും പറഞ്ഞ് നല്ല സൂപ്പർ ചക്കയായിരുന്നു കേട്ടോ. എന്നാൽ കുറച്ച് ഞാൻ വറുത്തുള്ളൂ കേട്ടോ കൊണ്ടുവരാനായിട്ട്. കൂടുതൽ ഒരുപാട് സാധനങ്ങളുണ്ട്, അതുകൊണ്ട് എല്ലാം കൂടെ ആകുമ്പോൾ പാടല്ലേ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ വറുത്ത് തീരാറായായിരുന്നു. അപ്പോൾ പാക്കിംഗ് ഒക്കെ ഞങ്ങൾ കുറേ ആക്കി വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം ഒന്നും കാണിക്കുന്നില്ല. പാക്കിംഗ് എല്ലാം കുറേ കഴിഞ്ഞു. പാക്കിങ്ങിനെക്കുറിച്ചൊന്നും കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അന്നേരം സമയം കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ പിറ്റേന്ന് രാവിലെയായിരുന്നു ട്രെയിൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് വണ്ടി മുന്നോട്ട് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അതായത് വീട്ടിലെ വണ്ടി വാഗനർ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ചേച്ചിയുടെ മോനെ വിളിച്ചു. അവൻ പിന്നെ വണ്ടി കൊണ്ടൊക്കെ ഒത്തിരി താമസിച്ചു. പിന്നെ ചേട്ടൻ പറപ്പിച്ച് വിടുമായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾ ആലപ്പുഴ വഴിയായിരുന്നു. ആലപ്പുഴയിലാണ് ട്രെയിന്. അപ്പോൾ ആലപ്പുഴ മാത്രമേ ഉള്ളൂ സ്റ്റോപ്പ്, പിന്നെ കൊല്ലത്താണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ ആലപ്പുഴയിലോട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാം പെട്ടിയൊക്കെ മാറ്റി വെച്ചു. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇറങ്ങാനായിരുന്നു ഉദ്ദേശിച്ചത്, പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പെട്ടിയൊക്കെ കയറ്റി. അപ്പോൾ ആ ധൃതിയിൽ ഞാനൊന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ആലപ്പുഴ സ്റ്റേഷനിലെത്തി. പപ്പായ ആകുമ്പോൾ ബൈക്കിൽ വന്നായിരുന്നു അങ്ങോട്ട്. അങ്ങനെ ഞങ്ങൾ അവൻ ഞങ്ങളെ കൊണ്ടുവിട്ടിട്ട് അങ്ങ് പോവുകയും ചെയ്തു. അങ്ങനെ പപ്പായും പോയി, ഞങ്ങൾ കയറി. അങ്ങനെ 3 ദിവസത്തെ യാത്രയാണ് കേട്ടോ ഉത്തരാഖണ്ഡ് വരെ വരാൻ വേണ്ടി. 3-ാമത്തെ ദിവസം ഞങ്ങൾ ഇനി എത്തി കേട്ടോ. അപ്പം ഞങ്ങൾ ഉത്തരാഖണ്ഡിലെത്തി. അവിടെ നിന്ന് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ ഇനി പോരുമായിരുന്നേ. അപ്പോൾ ഇത് ഞങ്ങൾ പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പം ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നില്ല, എല്ലാവരും ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ചെറിയ ചെറിയ ഭാഗങ്ങളെ കാണിക്കുന്നുള്ളൂ. അങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്ത് ഞങ്ങൾ നമ്മുടെ ഇത് ദേവപ്രയാഗ് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇനിയും ഒരു 1/2-3 മണിക്കൂറത്തെ യാത്രയും കൂടെ ഉണ്ട് ഞങ്ങളുടെ സ്ഥലത്തെത്താൻ, ശ്രീനഗറിലെത്താനെ കൊണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു 2.5-3 മണിക്കൂറത്തോളം ഋഷികേശിൽ നിന്നുള്ള യാത്രയിൽ വന്ന് ഞങ്ങൾ കീർത്തനാർ എന്നുള്ള സ്ഥലത്തെത്തി. ഇവിടെ വലിയ പാലമാണ് കേട്ടോ. ഇത് കുറച്ച് ദൂരം കൂടെ പോയാൽ മതി ഞങ്ങളുടെ വീട്ടിലോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ സേഫായിട്ടെത്തി. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എൻ്റെ കൂട്ടുകാർക്കും ബൈ.